ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഗുരുദേവൻ അരുവിപ്പുറത്ത് വിശ്രമിക്കുന്ന കാലത്ത് ഒരു ദിവസം പുലിവാതിക്കൽ വീട്ടിലെ കാരണവർ ഗുരുദേവന് ഒരു പൊന്മോതിരം കാഴ്ചവെച്ചു. നമുക്ക് മോതിരം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഗുരു അതെടുത്തില്ല. കുറെ കഴിഞ്ഞ് ഗുരു അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ഗുരുദേവനോടൊപ്പം അവിടെ നിന്ന ആൾക്കാരും പോയി. അപ്പോൾ മോതിരം സമർപ്പിച്ചയാൾ താൻ വെച്ചിടത്ത് മോതിരം ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ അതവിടെ കണ്ടില്ല. അപ്പോൾ അത് അവിടെ അടുത്തു നിന്നിരുന്ന ഒരു കുഷ്ഠരോഗിയെ കണ്ട് ആ മോതിരം അവൻ എടുത്തു എന്ന ധാരണയിൽ അവൻ്റെ മാറാപ്പ് പരിശോധിക്കുകയും അത് കാണാഞ്ഞിട്ട് അവനെ തല്ലുകയും ചെയ്തു. അവൻ്റെ നിലവിളി കേട്ട് ഗുരുദേവൻ അവിടെ വന്നു. മോതിരം കാണിക്ക വെച്ച കാരണവരെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇവനെ തല്ലിയോ? കഷ്ടം! മോതിരം നിങ്ങൾ നമുക്ക് തന്നതല്ലേ, പിന്നെ അത് ആരെടുത്താൽ നിങ്ങൾക്കെന്ത്? അതിലാഗ്രഹം വെച്ചുകൊണ്ടാണോ നിങ്ങൾ അത് നമുക്ക് തന്നത്? പിന്നീട് ഗുരുദേവൻ കുഷ്ഠരോഗം പിടിപെട്ട ആ പാവത്തോടായിട്ട് പറഞ്ഞു, നീ വ്യസനിക്കേണ്ട, നിന്നെ അടിച്ചതോടുകൂടി നിന്റെ രോഗവും ഇയാൾ എടുത്തിരിക്കുന്നു. ഏതാനും നാളുകൾ കൊണ്ട് അവൻ്റെ കുഷ്ഠരോഗം മാറുകയും ചെയ്തു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കിടന്ന ഒരു വാതരോഗിക്ക് അമ്മയോട് വലിയ സ്നേഹമായിരുന്നു. അയാളുടെ അമ്മ വാർദ്ധക്യസഹജമായ അസുഖങ്ങളുമായി വീട്ടിൽ കിടപ്പായിരുന്നു. അമ്മ തന്നെ കാണാതെ മരിച്ചു പോകുമോ എന്ന് അയാൾക്ക് ഭയം. അമ്മ തൻ്റെ മടിയിൽ കിടന്ന് വേണം മരിക്കുക എന്നാണ് അയാളുടെ ആഗ്രഹം. പക്ഷേ അയാൾക്ക് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ വയ്യ. ഒരാളുടെ സഹായമില്ലാതെ എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ്. വീട്ടിലേക്ക് പോകണം, അമ്മയെ കാണണം. എന്തു ചെയ്യും? ആരും ഒരു സഹായത്തിനില്ല. മുട്ടിൽ ഇഴഞ്ഞും നിരങ്ങിയും ഒക്കെ അയാൾ ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങി. ഇഴഞ്ഞും നിരങ്ങിയും റോഡിലെത്തി. അപ്പോൾ ഗുരുദേവൻ ഒന്ന് രണ്ട് ശിഷ്യന്മാരും അനുചരന്മാരും ഒത്ത് ആ വഴി വരുന്നത് കണ്ടു. രോഗി ഗുരുവിനെ നോക്കി രക്ഷിക്കണമേ എന്നപേക്ഷിച്ചു. ഗുരു അവനോട് വിവരം ചോദിച്ചറിഞ്ഞ ശേഷം എഴുന്നേൽക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നു. ഗുരുദേവൻ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളിൽ നിന്നും ഒരു വടി വാങ്ങി അവന് കൊടുത്തിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. പിന്നീട് അവൻ ആ വടിയും കുത്തി വേഗത്തിൽ നടന്നു പോകുന്നതാണ് കണ്ടത്. നമസ്കാരം.